ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് EAA കുറിച്ചും BCAA കുറിച്ചാണ്. 2 ദിവസം മുമ്പ് ഞാൻ പുറത്തു പോയ സമയത്ത് ഷോപ്പിൽ EAA കണ്ടു, BCAA കണ്ടു. ഒരു ഇതെല്ലാവരും നമ്മൾ പ്രോട്ടീൻ ഷോപ്പ് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ എന്താണ് EAA, എന്താണ് BCAA എന്നാണ്. നമ്മുടെ ബോഡിയിൽ 11 അമിനോ ആസിഡ് നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 20 അമിനോ ആസിഡ് ചേർന്നാണ് 1 പ്രോട്ടീൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ 11 നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 9 നമുക്ക് പുറത്തുനിന്ന് ഫുഡിൽ നിന്ന് കിട്ടിയേ പറ്റും. ഈ 11 പേര് ഈ അമിനോ ആസിഡിന് ഷോർട്ട് ഫോം ഉണ്ട്. അതിന് പേരാണ് AA എന്ന് പറയുന്നത്. ഈ 11 നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, അത് നോൺ എസെൻഷ്യൽ ആണ്. അതിനാണ് NAA. ചില ഷോപ്പിലൊക്കെ പോയി നമുക്ക് NAA അമിനോ ആസിഡ് കിട്ടും. ബാക്കി വരുന്ന 9 അത് എസെൻഷ്യൽ ആണ്, നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടിയേ പറ്റും. അതാണ് EAA എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ എന്താണ് EAA എന്ന്. ഇനി എന്താണ് BCAA? ഈ BCAA നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അമിനോസിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയണം. ഇതാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇത് ബയോകെമിസ്ട്രി ആണ്. നിങ്ങൾ ഈ പച്ച കാണുന്നില്ലേ, ഈ പച്ച കാണുന്നതാണ് അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ മഞ്ഞ കാണുന്നതാണ് കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ കാർബോക്സിലിക് ഗ്രൂപ്പിനെ നമ്മൾ ആസിഡ് ഗ്രൂപ്പ് എന്നും പറയും. അപ്പം സയൻറ്റിസ്റ്റിൽ എങ്ങനെ പേരിട്ട് വെച്ച് കഴിഞ്ഞാൽ അമിനോ ആൻഡ് ആസിഡ്, അമിനോ ആസിഡ്, അങ്ങനെയാണ് അമിനോ ആസിഡ് വന്നത്. ഈ അമിനോ ആസിഡിൽ നിങ്ങൾ 6 കണ്ടില്ലേ, ഈ 6 മാറുന്നതനുസരിച്ച് നമ്മൾ ഏത് അമിനോസ്, അതായത് സൈഡ് ചെയിൻ ആണ്, ഈ സൈഡ് ചെയിൻ മാറുന്നതനുസരിച്ച് ഏത് അമിനോസ് ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യും. അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു അമിനോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഇവിടെ ഈ 6 പകരം CH3 ആണ്. അതാണ് ആലിൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതേപോലെ എല്ലാവർക്കും പരിചയമുള്ള ഒരു അമിനോ കാണിച്ചു തരാം, ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്നത്. CH2 NHO ആണ്. ഇതാണ് ഗ്ലൂട്ടാമിൻ്റെ അമിനോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലൈസിൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. CH2 ഇതാണ് ലൈസിൻ്റെ അമിനോ എന്ന് പറയുന്നത്. ഇനി BCAA. എന്താണ് BCAA? ബ്രാഞ്ച് ചെയിൻ ഓഫ് അമിനോ ആസിഡ്. നിങ്ങൾ ആ പേര് കേട്ടില്ല, ബ്രാഞ്ച് ചെയിൻ ഓഫ് അമിനോ ആസിഡ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ലൂസിൻ കാണിച്ചു തരാം. ഇതിൽ CH കഴിഞ്ഞിട്ട് ബ്രാഞ്ച് ആയിട്ടാണ് ബാക്കി വരുന്നത് CH വരുന്നത്. CH3 ഒരു ബ്രാഞ്ച് പോലെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ബ്രാഞ്ച് ചെയിൻ ഓഫ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അടുത്ത ഐസോലൂസിൻ. നിങ്ങൾ നോക്കുക, ഐസോലൂസിൻ ആൻഡ് വാലിൻ നോക്കുക. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു EAA ആൻഡ് BCAA രണ്ടും, നമുക്ക് ഈ EAAയിലുള്ള ഈ BCAA എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവർ BCAA എക്സ്ട്രാ ഉണ്ടാക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ BCAA എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്ലിമെൻറ്റ്സ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ബംഗാളികളും പണിയെടുക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും പണിയെടുക്കും. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? ബംഗാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കേഴ്സാണ്. ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് ഒരു 10 ആൾക്കാർ പണിയെടുക്കുന്ന സ്ഥലത്ത് ഇവർ ഒരു 3 ആൾ പണിയെടുത്താൽ ഈ 10 ആളെ പണി ചെയ്യുന്നതിന് സമമാണ്. അതുകൊണ്ടാണ് ഈ BCAA എപ്പോഴും ഒരു എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിലും BCAA എപ്പോഴും ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ ലൂസിൻ കണ്ടന്റ്, എനിക്ക് ലൂസിനാണ് ഏറ്റവും കൂടുതൽ. കാരണം ഈ ലൂസിൻ എന്ന് പറയുന്നത് സൂപ്പർമാനെ പോലെയാണ്. ഈ 3 ആൾക്കാരിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ലൂസിൻ എന്ന് പറയുന്നത്, ഈ സൂപ്പർമാൻ. എപ്പോഴും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് EAA BCAA എന്നൊക്കെ. ഈ BCAA കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങുന്ന സമയത്ത് എൻ്റെ സമയത്ത് എപ്പോഴും ഈ ലൂസിനൊക്കെ 8:1:1 ആണ് വാങ്ങിയത്. സാധാരണ നമ്മൾ എത്ര വാങ്ങുക? 2:1:1. എപ്പോഴും ഞാൻ വാങ്ങുന്ന സമയത്ത് BCAA വാങ്ങുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനം എന്തോ 8:1:1. കാരണം നമുക്കതാണ് ഏറ്റവും കൂടുതൽ, എന്താണ് നമ്മുടെ ബോഡിക്ക് കൂടുതലായിട്ട് വേണ്ടതെന്ന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റ് വാങ്ങേണ്ടത്.